പ്രിയ പ്രേക്ഷകരെ, ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു പുതിയ ചരിത്രം കൂടി കുറിക്കപ്പെടുകയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ റോക്കറ്റായ LVM-3 ഇനി കൂടുതൽ കരുത്തോടെ കുതിച്ചുയരാൻ ഒരുങ്ങുകയാണ്. കേവലം ഒരു വാർത്തയല്ല ഇത്. ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിനും ശാസ്ത്ര ലോകത്തെ പുതിയ കുതിപ്പിനും ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. മോദി സർക്കാരിന്റെ ശക്തമായ പിന്തുണയോടെയാണ് ഈ ചരിത്രപരമായ മുന്നേറ്റം സാധ്യമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇന്ത്യക്ക് അഭിമാനകരമാകുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്കായി 2026-27 വർഷത്തേക്ക് 10,397 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം $1.09 ബില്യൺ വരുന്ന ഈ വലിയ തുക ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്ന വിഭാഗത്തിനായാണ് നീക്കിവെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായ LVM-3 റോക്കറ്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞർ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന മുൻഗണനയാണ് ഈ വലിയ തുകയിലൂടെ വ്യക്തമാകുന്നത്. ഇനി എന്താണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. നമ്മുടെ ISRO ഇനി പുതിയ സെമി ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനുകൾ കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ്. സാധാരണയായി റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ സാങ്കേതിക വിദ്യ. റോക്കറ്റ് ഉപയോഗത്തിന് അനുയോജ്യമായ മണ്ണെണ്ണയും അതിശീതീകരിച്ച ലിക്വിഡ് ഓക്സിജനും ചേർന്നാണ് ഈ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് സ്വന്തമായി ഇത്തരം ഒരു എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയിലെ കാലതാമസം ഒഴിവാക്കാനും നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വേഗത്തിലാക്കാനും കേന്ദ്ര സർക്കാർ അതിവേഗത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്നതിലൂടെ LVM-3 റോക്കറ്റിന്റെ ഭാരം ഉയർത്താനുള്ള ശേഷിയും, അതായത് പേലോഡ് കപ്പാസിറ്റി, വലിയ രീതിയിൽ വർദ്ധിക്കും. പാർലമെന്ററി സമിതിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലും ഈ ഫണ്ടിംഗ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയായ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകളും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപരമായ മുന്നേറ്റങ്ങൾ ലോക രാജ്യങ്ങൾ പോലും ഇപ്പോൾ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം വ്യക്തമാണ്. സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനോടൊപ്പം ലോകത്തിനാവശ്യമായ ഏറ്റവും പുതിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിച്ചെടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ. മോദി സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ ബഹിരാകാശ രംഗത്തെ അനിഷേധ്യമായ ശക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അഭിമാനകരമായ മുന്നേറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കുക. ജയ് ഹിന്ദ്.